ബേപ്പൂർ തീരത്തിന് സമീപത്ത് വെച്ച് കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോവുകയായിരുന്ന ചരക്ക് കപ്പലിന് തീപിടിച്ചു. 40 കണ്ടെയ്നറുകൾക്കാണ് തീപിടിച്ചത്. കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചു. 40ഓളം ജീവനക്കാർ കപ്പലിൽ ഉണ്ട് എന്നാണ് പ്രാഥമിക വിവരം. സനീഷ് പറഞ്ഞതുപോലെ തന്നെ കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോകുകയായിരുന്നു ഈ ചരക്ക് കപ്പൽ. ചൈനീസ് കമ്പനിയുടെ കപ്പലാണെന്നാണ് പ്രാഥമികമായി നമ്മൾക്ക് ലഭിക്കുന്ന വിവരം. ഇത് ഒരു മാസത്തിനിടെ രണ്ടാമത്തെ ചരക്ക് കപ്പൽ തകർച്ചയായിട്ട് തന്നെ ഇതിന് കാണേണ്ടി വരും. 650ഓളം കണ്ടെയ്നറുകളായിരുന്നു ഈ ചരക്ക് കപ്പലിൽ ഉണ്ടായിരുന്നത്. അതിൽ തന്നെ 50ഓളം കണ്ടെയ്നറുകൾ വെള്ളത്തിലേക്ക് വീണു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. 40ഓളം ജീവനക്കാർ കപ്പലിലുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ നാവികസേനയുടെയും ഒപ്പം തന്നെ കോസ്റ്റ് ഗാർഡിന്റെയും ഡോണിയർ വിമാനങ്ങളും കപ്പലുകളിലും ഈ തീരത്തേക്ക് നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കണ്ണൂരിനും കോഴിക്കോടിനും ഇടയിൽ വെച്ചാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. അതും 50 നോട്ടിക്കൽ മൈൽ അപ്പുറമാണ് ഇത്തരത്തിലുള്ള അപകടമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ തീരത്തിനോട് ചേർന്നാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ത്യൻ നാവികസേനയുടെയും ഒപ്പം തന്നെ കോസ്റ്റ് ഗാർഡിന്റെയും കപ്പലുകളും ഡോണിയർ വിമാനങ്ങളും അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. തന്നെ INS സൂറത്ത് ഉടൻ തന്നെ ഈ സ്ഥലത്തെത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ 18 ജീവനക്കാർക്ക് കപ്പലിൽ നിന്നും ചാടിയിട്ടുണ്ട്. ഇതിൽ തന്നെ ഏതാനും ജീവനക്കാർക്ക് പൊള്ളലേറ്റ് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 40 ജീവനക്കാരാണ് കപ്പലിലുണ്ടായിരുന്നത്. ഇന്ത്യൻ നാവികസേന അവരുടെ ആക്ഷൻ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യൻ നാവികസേന എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചു. INS ഗരുഡ അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ നീക്കം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ അതിവേഗത്തിൽ ആക്ഷൻ എടുക്കാൻ കഴിയുന്ന ഒരു സേന നമ്മൾക്കുണ്ട്. കോസ്റ്റ് ഗാർഡ് ആണെങ്കിലും ഇന്ത്യൻ നാവികസേനയാണെങ്കിലും. അതുകൊണ്ട് തന്നെ ഈ വിവരം 10:30 കൂടിയാണ് ലഭിക്കുന്നത്. ഉടൻ തന്നെ ഇന്ത്യൻ നാവികസേനയുടെ ഡോണിയർ വിമാനങ്ങളും ഒപ്പം തന്നെ INS സൂറത്ത് പോലെയുള്ള കപ്പലുകളും അങ്ങോട്ടേക്ക് പുറപ്പെടുകയായിരുന്നു. അല്പനേരത്തിനുള്ളിൽ തന്നെ ഈ പറയുന്ന 50 നോട്ടിക്കൽ മൈൽ കോഴിക്കോടിനും കണ്ണൂരിനും തീരത്തിനും ഇടയിലുള്ള 50 നോട്ടിക്കൽ മൈൽ അകലയിൽ ഈ നമ്മുടെ സുരക്ഷാ വിമാനങ്ങളും ഒപ്പം തന്നെ കപ്പലുകളും എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.